ഇത് നമ്മുടെ ദുബായ് ആണ് കേട്ടോ. ഞാനിപ്പം ദുബായിൽ വന്നിരിക്കുകയാണ്. വിസിറ്റ് എടുത്ത് വന്നതാണ് ദുബായ് കാണാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ദുബായിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അബുദാബിയിലായിരുന്നു വർക്ക് ചെയ്തത്. അതിനുശേഷം കൺസീവായി നാട്ടിൽ പോയി. ശേഷം ഞാൻ ഇവിടെ വന്നു. വിസിറ്റ് എടുത്ത് തന്നെ വീണ്ടും വന്നു. ജോബ് കിട്ടിയില്ല. വീണ്ടും ആ സമയത്ത് ആണ് 2 മന്ത് വിസയാക്കിയത് ദുബായിൽ. അപ്പോൾ 2 മന്ത് വിസയാക്കി ഞങ്ങൾ 2 മാസം നിന്നു. വീണ്ടും നാട്ടിൽ പോയി. വീണ്ടും 2 മാസത്തെ വിസിറ്റ് എടുത്ത് വീണ്ടും വന്നു. അപ്പോഴും ജോലിയൊന്നും കിട്ടിയില്ല. പിള്ളേരെയും അമ്മേനെയും ഒക്കെ കൊണ്ടിട്ടാണ് വീണ്ടും വന്നത്. നല്ല ചിലവുമായി. ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോഴും ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. ജോലിയൊന്നും ശരിയാവാത്തതുകൊണ്ട് വീണ്ടും നാട്ടിൽ തന്നെ പോയി. 1 വർഷത്തോളം നാട്ടിൽ നിന്നു. അതിനുശേഷമാണ് ഒമാനിലൊരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഒമാനിലിപ്പം ജോലി കിട്ടി. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒമാൻ MOH നേഴ്സാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ പിള്ളേരും ഹസ്ബൻഡും വേറെ സ്ഥലത്ത്. ഹസ്ബൻഡ് അബുദാബിയിലാണ്, പിള്ളേർ നാട്ടിലാണ്. ഇപ്പം ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വന്നേക്കുവാണ്. വിസിറ്റ് എടുത്താണ് വന്നത്. ദുബായ് ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിള്ളേർ നാട്ടിലാണ്. വല്ലാത്തൊരു മിസ്സിങ് ആണ് ദുബായ് അബുദാബി വരുമ്പോഴത്തേനും. എത്രയൊക്കെ ആയാലും നമ്മളിപ്പോൾ ഒമാനിലാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആദ്യം നിന്ന ഒരു സ്ഥലവും അവിടെ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങിയത്. അപ്പോൾ അതൊരു വല്ലാത്ത മിസ്സിങ് തന്നെയാണ്. എന്ത് രസമായിരുന്നല്ലേ ദുബായൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജീവിതമൊന്നും ആയിട്ടില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാം വീണ്ടും എല്ലാവരും ഒരുമിച്ചാവുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഇനി ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു.